നാദാപുരം മുടുവന്തേരിയിൽ ജീപ്പിൽ സൂക്ഷിച്ച പടക്കശേഖരത്തിന് തീപിടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് ചുമത്തിയാണ് കേസ്. റോഡിൽ യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിലേക്ക് തീ പടരുകയായിരുന്നു. രാഹുൽ കെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, എന്താണ് വിവരം? ദിവിഷ്, ഇന്നലെ രാത്രിയാണ് യുവാക്കൾ റോഡിൽ പടക്കം പൊട്ടിച്ചത്. അതായത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി റോഡ് സൈഡിൽ യുവാക്കൾ ചേർന്ന് പടക്കം പൊട്ടിക്കുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെ നിർത്തിയിട്ട ജീപ്പിലാണ് പടക്കം സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് തീ അത് ജീപ്പിലേക്ക് പടരുകയാണ് ഉണ്ടായത്. പിന്നീട് ഉഗ്രസ്ഫോടനമായി അത് മാറി ജീപ്പ് കത്തി നശിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് പ്രകാരമാണ് ഈ യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു 15ലധികം യുവാക്കളാണ് പടക്കം പൊട്ടിക്കുന്നതിനുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് യുവാക്കളിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ നിലത്ത് വീണൊക്കെ യുവാക്കളിൽ കുറച്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി LDF ഉയർത്തുന്നുകൂടിയുണ്ട്. കാരണം UDF സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്ന് LDF നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പത്രപ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്.